മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ജീവിതം പറഞ്ഞ ഇശലുകളുടെ സുൽത്താൻ എന്ന നാടകം ഖത്തറിൽ അരങ്ങേറി. MES ഇന്ത്യൻ സ്കൂളിൽ ആയിരങ്ങൾക്ക് മുന്നിലാണ് നാടകം അരങ്ങേറിയത്. 2.5 മണിക്കൂറിൽ മോയിൻകുട്ടി വൈദ്യരുടെ ഇതിഹാസതുല്യമായ ജീവിതത്തിന് ജീവൻ പകരുകയായിരുന്നു ഇശലുകളുടെ സുൽത്താൻ. 40 ആണ്ടിനിടെ കലാലോകത്തിന് അദ്ദേഹം നൽകിയ അതുല്യ സംഭാവനകളും വ്യക്തിജീവിതവുമെല്ലാം അരങ്ങിലെത്തി. 1892 മൺമറഞ്ഞ മോയിൻകുട്ടി വൈദ്യരുടെ ജീവിതത്തെ 1.25 നൂറ്റാണ്ട് പിന്നിട്ട കാലത്തിനിപ്പുറം ആധുനിക സാങ്കേതിക വിദ്യകളുടെയും സർഗമികവിന്റെയും പിൻബലത്തിലാണ് കലാപ്രേമികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ലൈറ്റ് ആൻഡ് മ്യൂസിക് ഷോയുടെ അകമ്പടിയിൽ വൈദ്യരുടെ ഹുസ്നുൽ ജമാലും ബദറുൽ മുനീറും മലപ്പുറം പടപ്പാട്ടടക്കമുള്ള കാവ്യങ്ങളുടെ ദൃശ്യാവിഷ്കാരങ്ങൾ നവ്യാനുഭവമായി. സമൂഹം തനയകത്തിൽ ഒരുമിത്തിന്റെ തലത്തിൽ എത്തി പൂജത്താലെ ഭവിത്തേ ഉമുറിയിൽ സമ്മതിക്കുമ്പോൾ മത്തിയിലുമുണ്ടാമോ. സംവിധായകൻ മജീദ് സിംഫണിയാണ് ഇശലുകളുടെ സുൽത്താന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. പ്രശസ്ത നാടക കലാകാരൻ ശ്രീജിത്ത് പൊയിൽക്കാവ് രചന നിർവഹിച്ചു. ബാബ വടകരയാണ് മോയിൻകുട്ടി വൈദ്യരായി അഭിനയിച്ചത്. മോയിൻകുട്ടിയുടെ പിതാവ് ഓട്ടുപാറയിൽ ഉണ്ണി മമ്മദായി അൻവർ ബാബുവും മോയിൻകുട്ടിയുടെ കാമുകിയും ഭാര്യയുമായി അഭിനയിച്ച നിമിഷ നിഷാദും തങ്ങളുടെ കഥാപാത്രങ്ങളെ അസാധാരണ കൈയടക്കത്തോടെ അവതരിപ്പിച്ചു. ഒരു മയത്തിലൊക്കെ ചോദിക്കണേ. ഖത്തറിൽ നിന്നുള്ള 150-ലേറെ കലാകാരന്മാരാണ് ഇശലുകളുടെ സുൽത്താനിൽ അരങ്ങിലെത്തിയത്. രണ്ടര മാസത്തെ റിഹേഴ്സലിനൊടുവിൽ ആസ്വാദകർക്ക് മുന്നിലെത്തിയ നാടകത്തെ കയ്യടികളോടെയാണ് ദോഹ സ്വീകരിച്ചത്. പണ്ടുള്ളോർ ചൊല്ലിൽ പതിരുണ്ടോ പൊട്ട പൈ തന്ന പാലിൽ കൈപ്പുണ്ടോ പൊട്ട. പണ്ടുള്ളോർ ചൊല്ലിൽ പതിരുണ്ടോ പൊട്ട പൈ തന്ന മീഡിയ 1 ദോഹ.